കരഞ്ഞ് ഉറങ്ങുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകാന്തതകൾ എല്ലാവരുടെയും ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിൽ യേശുനാഥൻ എന്നൊരു ആശ്വാസത്തിൻ്റെ വചനമാണ് നൽകുന്നത്. കാരണം വേറെയൊന്നുമല്ല, യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചിത്രിക്കപ്പെടും, ഞാൻ ഏകനായി ജീവിക്കേണ്ട കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ആശ്വാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലാത്ത അവസ്ഥ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാകും, ഒരാൾ മനസ്സിലാക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തത്, അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുന്ന, അതിൽ മുറിവുകളുടെ ആഴമുള്ള സമയമുണ്ടാകും. ആ സമയത്തൊക്കെ ചിന്തിക്കേണ്ടി തിരിയുള്ളൂ, ഏകനല്ല, എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട് എന്നുള്ളതാണ്. യേശു പറഞ്ഞ അതേ ആശ്വാസവാക്ക് നമുക്കുണ്ടാകണം. യേശുവിൻ്റെ കൂടെ പിതാവ് ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ നമ്മുടെ കർത്താവ് ഉണ്ടാകുമെന്നുള്ള ആ നിമിഷത്തിൽ കരയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും നമ്മളെ മനസ്സിലാക്കില്ല. മനുഷ്യരൊക്കെ ഈ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടൊന്നും ആരും കൂടെ ഉണ്ടാകില്ലെന്നേ. കണ്ണുനീരിൻ്റെ സമയത്ത് നമ്മൾ മാത്രം ഉണ്ടാകുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യസന്ധമായൊരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അധികാരം നമ്മുടെ കൂടെയുണ്ടെന്നും എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ പണക്കാരൊക്കെ കരയോ, എത്രയോ മക്കളാണെന്ന് അറിയും, എന്തോരം പണം ഉണ്ടായിട്ടും രാത്രി കരഞ്ഞ് കിടക്കണേ, മനസ്സ് സ്വസ്ഥമല്ലാതെ കിടക്കുന്ന എത്രയോ പേരാണെന്നറിയുമോ. ആ നിമിഷങ്ങളിലൊക്കെ തെറ്റായ വഴികളിലൂടെയൊക്കെ കുറേ പേര് യാത്ര ചെയ്യും. ആത്മഹത്യ, എൻ്റെ ജീവിതം ഇനി വേണ്ട, ഡിപ്രഷൻസ്, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ ഓർക്കേണ്ട ഇത്രയുള്ളൂ, നിങ്ങൾ ഏകനല്ല, കർത്താവ് നമുക്കൊക്കെ കൂടെയുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കാം, ധ്യാനിക്കുക.